ഏറ്റവും കൂടുതൽ സത്യസന്ധതയുള്ള വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മുടെ അനുമോളൂട്ടി. അനുമോളൂട്ടി സത്യസന്ധതയുടെ നിറകുടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അനുമോളുടെ ഒരു സന്തോഷം, ഇരിക്കാനും നിൽക്കാനും കിടക്കാനും വയ്യ നമ്മുടെ പാവം കൊച്ചിന്. അനുമോക്ക് സന്തോഷം കൊണ്ടാണ് ഇരിക്കാനും നിൽക്കാനും കിടക്കാതും പറ്റാതെ ആയിട്ടുള്ളതെങ്കിൽ തൊട്ടപ്പുറ നമ്മുടെ ബിന്നിക്കൊച്ചിന് സങ്കടം കൊണ്ടിട്ട് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ റൗണ്ട് 2 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ടാസ്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുക. റൗണ്ട് 1 പറ്റി നമ്മൾ സംസാരിച്ചു. റൗണ്ട് 2 അങ്ങോട്ട് നടന്നു, റൗണ്ട് 3 നടന്നു. അപ്പോൾ റൗണ്ട് 2ന്റെ 3യുടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പിൽ അവിടെ കുറച്ച് സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ റൗണ്ട് 2 സത്യസന്ധത, അതാണ് അവരെടുത്ത ചീട്ട്. നമ്മുടെ വൈൽഡ് കാർഡുകൾ സത്യസന്ധയെ എടുത്തു. അവരെന്നിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് 16 റാങ്കിങ്. 16 പേരെ അറേഞ്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് സെലക്ട് ചെയ്തത് അനുമോളയാണ്. പിന്നെ അനീഷ്, ഷാനവാസ്, അക്ബർ, ആദില, രേണു, നോറ, അങ്ങനെ പോകുന്നു. നീണ്ട് ഏറ്റവും അവസാനം ബിന്നിക്കൊച്ചിൻ്റെ പേരും. ബിന്നിക്ക് ഇതങ്ങോട്ട് അയ്യോ സൈക്ക്, എനിക്ക് വയ്യ, ഞാൻ പറയാത്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സിൽ എല്ലാവരും ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക്, നമ്മുടെ ഈ വൈൽഡ് കാർഡുകൾക്ക് ഒരു പേടി, ഇനി ഇവർ പറയുമോ? കാരണം അവർക്ക് ചെറിയ സംശയങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അനീഷേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അതായത് വേറെ 2 കാര്യങ്ങളും കൂടെ പറയുമല്ലോ. അതിനകത്ത് ചീട്ടിനകത്തുള്ള സത്യസന്ധതയാണ്, പക്ഷെ ഇവരോട് പറയുന്നില്ലല്ലോ. ഇവരോട് പറയുന്നത് 3 ഓപ്ഷൻ കൊടുത്തു: സത്യസന്ധത, സ്വാർത്ഥത, അസൂയ. ഇത് 3 ഓപ്ഷനായിട്ട് കൊടുത്തത്. അപ്പൊ ഇത് 3 കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആര്യൻ ഒരു സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ഒരിക്കലും സത്യസന്ധതയാവൂല, അത് ഉറപ്പുള്ള കാര്യമാണ്, സത്യസന്ധതയാവൂല. അബി അവിടെ നിന്ന് പറയുന്നുണ്ട്, എടാ എല്ലാവരും ഒന്ന് ചിന്തിക്കേ, അനുമോളെ ചിലപ്പോൾ പുറത്ത് ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പോർട്രേറ്റ് ആയിട്ടുള്ളതെങ്കിലോ, ചിലപ്പോൾ ഇവർക്ക് അതല്ലേ വിശ്വസിക്കുകയുള്ളൂ. ഇവർ അതുകൊണ്ടായിരിക്കുമെങ്കിലോ ചിലപ്പോൾ അനുമോളെ പിടിച്ച് ആദ്യമേ ഇട്ടത്. പക്ഷെ അപ്പോഴത്തേക്ക് ആര്യൻ ഒരിക്കലും അല്ല, അനുമോളെ ഒന്നും ഒരിക്കലും സത്യസന്ധതയായിട്ട് ആൾക്കാർ കാണില്ല. അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്, അസൂയല്ല ഒരിക്കലും, പക്ഷേ സ്വാർത്ഥത, സത്യസന്ധത, ഇതിൽ 2. അനീഷേട്ടനാണ് 2ാമത് റാങ്കിങ്ങിൽ ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ 2ൽ ഏതാണ് അത് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇതിൽ 2ൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അസൂയ അല്ല എന്ന് പറയുന്നു. ബിഗ് ബോസ് മാമൻ അനൗൺസ് ചെയ്യുന്നു. ഇവരെല്ലാവരും കൂടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു സ്വാർത്ഥതയാണ്. പക്ഷേ ബിഗ് ബോസ് മാമൻ പറഞ്ഞു, നിങ്ങളുടെ പോയിന്റ് പോയിരിക്കുന്നു, ഇത്തവണ നമ്മുടെ വൈൽഡ് കാർഡുകൾ ജയിച്ചിരിക്കുന്നു, സത്യസന്ധതയാണ് എന്നവർ പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ അനുമോൾക്ക് ഭയങ്കര സന്തോഷം. മസ്താനി വന്ന് അനുമോൾക്ക് കൈയൊക്കെ കൊടുക്കുന്നുണ്ട്. മസ്താനിയുടെ ഒരു ഗെയിം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അനുമോളുടെ ഒരു ഗെയിം പുറത്തുനിന്ന് കണ്ടിട്ട് പോയതാണ്. അനുമോൾക്കുള്ളൊരു സപ്പോർട്ട്, അനുമോളുടെ PR വർക്ക്, ഇതെല്ലാം കണ്ടിട്ട് പോയതാണ് മസ്താനിക്ക് അത് പ്രോപ്പറായിട്ട് അറിയാം. കാരണം ഒരു ഓൺലൈൻ മീഡിയയിലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ അവർ കയറുമ്പോഴത്തേക്ക് അവിടെ പറയുന്നുണ്ട്, നമ്മൾ കേട്ടതാണ്, മസ്താനി എന്താണ് അനുവിന്, അക്ബറിന്, അപ്പാനിക്കൊക്കെ PR ഉണ്ടെന്നൊക്കെയാണ് മസ്താനി പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, മസ്താനി പറയുന്നതാണ്. അപ്പം മസ്താനി അതുകൊണ്ട് തന്നെ ആയിരിക്കണം അനുമോളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഇടിച്ചു കയറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അനുമോളെ ഒന്ന് സൂചിപ്പിക്കുന്നു, കൈയൊക്കെ കൊടുക്കുന്നു. അനുമോൾക്ക് നല്ല രസമുണ്ട് എന്നെ, അപ്പം ഇങ്ങനെയാണല്ലേ എന്നൊക്കെ അവിടെ ഇരുന്നൊരു ആക്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആദിലയുടെ കൂടി ഇരിക്കുന്ന നേരത്ത് അനുമോള് പറയുന്നുണ്ട്, എടാ ചിലപ്പോൾ അവര് മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇത് അനുമോള് പറയുന്നതാണ് ആദിലയുടെയൊക്കെ. ചിലപ്പോൾ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല, സത്യം ഇതൊന്നും ആയിരിക്കത്തില്ല, അവർ ഗെയിമിലാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നതെന്ന് കുറച്ച് നല്ല രീതിയിൽ തന്നെ അനുമോള് ആദിലയോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അനുമോളും ആദിലയും ഇവരുടെ ആ ഡിസ്കഷൻ്റെ ഇടയ്ക്ക് അനുമോള് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ എനിക്കൊരു ഗെയിമുണ്ട് ഇവിടെ. അപ്പം ആദില ചോദിക്കുന്നുണ്ടോ, നിനക്കൊരു ഗെയിം ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ എനിക്കൊരു ഗെയിമുണ്ട്. ഞാനിവിടെ വന്ന് തുടക്കം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ആദ്യമേ കരഞ്ഞും പിടിച്ചുമൊക്കെ നടന്നു. അതിനകത്തുനിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്, ഒരു ഗെയിം വേണം, എനിക്കിപ്പോൾ ഒരു ഗെയിമുണ്ട്. അനുമോൾ അത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്നുണ്ട്, എനിക്കൊരു ഗെയിമുണ്ട്. അപ്പം ആദില പറയുന്നത്, എന്നാ പറ, എന്താ നിൻ്റെ ഗെയിം? അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, ആദില നിനക്കൊരു ഗെയിം ഉണ്ടല്ലോ ഇവിടെ, നീ അതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. വേണ്ട, അതുപോലെ എൻ്റെ ഗെയിം ഞാനും പറയുന്നില്ല എന്നൊരു സാധനം അനുമോൾ അവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ, എനിക്ക് തോന്നുന്നു ആദിലയ്ക്ക് ആ ഒരു വാല്യൂ കൊടുത്തോണ്ടായിരിക്കണം ആദിലയോട് അങ്ങനെ ഒരു കാര്യം, ഒരു ഗെയിം സ്വന്തമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അവിടെ എന്തായാലും തുറന്നു പറയുന്നത്. എന്താണെങ്കിലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവരുടെ ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും പിരിച്ചു വിട്ടു. പിന്നെ ഓരോ മൂലക്ക് എല്ലാവരും ഇരുന്ന് സംസാരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ കണ്ടു, നമ്മുടെ സാബുമാൻ ഉണ്ടല്ലോ, സാബുമാൻ, ജിസൈൽ, ആര്യൻ, ഇവർ 3 പേരും കൂടെ ഒന്നിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു റൗണ്ട് 2 പറ്റി, ഈ സത്യസന്ധത കറക്റ്റായിട്ട് റാങ്ക് ചെയ്തോ ഇല്ലയോ എന്ന് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആര്യന് മൊത്തത്തിലൊരു സുഖക്കേടുണ്ട്. സാബുമാൻ പറയുന്നുണ്ട്, മക്കളെ ഞങ്ങൾ, അതായത് സാബുമാൻ ഉൾപ്പെടുന്ന വൈൽഡ് കാർഡുകളാണല്ലോ ഈ ഒരു റാങ്കിങ് കൊടുത്തത്. അപ്പോൾ അവർ സാബുമാൻ പറയുകയാണ്,
ഞങ്ങളത് കൊടുത്തത് ഞങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് എന്നൊരു സാധനം സാബുമാൻ പറയുന്നുണ്ട്. ഉടനെ എടുത്ത വായിൽ ആര്യൻ, ഓ അങ്ങനെയാണല്ലേ, ഞാൻ വിചാരിച്ചു ഞങ്ങളെ തളർത്താൻ വേണ്ടി നിങ്ങളെ കാണിച്ച പരിപാടിയായിരിക്കും ഇതെന്നൊക്കെ ചാടി എണീറ്റ് പറയുന്നത് കേട്ടു നമ്മുടെ ആര്യൻ കുഞ്ഞ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആര്യൻ കുഞ്ഞിൻ്റെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കണക്ക് ഇവൻ്റെ ഒരു കിളി പോയിരിക്കുക. എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഗെയിം പോകുന്നത്, ഇതൊന്നും ആര്യൻ ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ടോട്ടലി ഒരു അൺകൺട്രോളബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എനിക്ക്. കാരണം നേരത്തെ ആണെങ്കിൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്യൻ. ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പൊ കംപ്ലീറ്റ്ലി അനുമോൾ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് അനുമോളുടെ പുറകെ ഇങ്ങനെ നടന്ന് കംപ്ലീറ്റ്ലി അവന്റെ തലയിൽ അതായിപ്പോയി. അവന് വേറെ ഇപ്പൊ ഒരു ഫിസിക്കൽ ടാസ്ക് വന്നാൽ ഓക്കെ ആര്യന് കളിക്കാൻ പറ്റും, പക്ഷേ മൈൻഡ് യൂസ് ചെയ്തിട്ട് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ആര്യനെ കൊണ്ട് പറ്റുന്നില്ല. അതാണ് വന്നു കയറിയ സാബുവാന്റെ ഫ്രണ്ടിൽ പോലും വെറും ഒരു മണ്ടനെ പോലെ ഇരുന്ന് പോവുകയാണ് നമ്മുടെ ആര്യനൂട്ടൻ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് റൗണ്ട് 3 വരുന്നു. റൗണ്ട് 3ക്കായിട്ട് അവർ എടുക്കുന്ന ചീട്ടെന്ന് പറഞ്ഞാൽ ശുചിത്വമാണ്. ശുചിത്വം ബിഗ് ബോസിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അകത്ത് പോയി ഡിസ്കഷനാണ് നമ്മുടെ 5 വൈൽഡ് കാർഡുകൾ. അപ്പം ആ ഒരു സമയത്ത് അതിന് മുമ്പായിട്ട് കഴിഞ്ഞ റൗണ്ടിൽ ഇങ്ങനെ ആൾക്കാരെ റാങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിഷിൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല മസ്താനിയൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്നത്. അപ്പം തന്നെ കഴിഞ്ഞ ആ ഒരു റൗണ്ടിൽ തന്നെ ജിഷിൻ പറയുന്നുണ്ട്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. അതായത് ബിഗ് ബോസ് മാവൻ അനൗൺസ് ചെയ്യുന്ന ആ സമയത്ത് കയ്യിൽ നിന്ന് പോയി ചിലപ്പോൾ ഇവർ കറക്റ്റായിട്ട് പറയും എന്നൊരു നിമിഷം അവിടെ എല്ലാവർക്കും തോന്നി. ആ സമയത്താണ് ജിഷിൻ സ്വന്തം കൂടെ വന്ന വൈൽഡ് കാർഡ്സ് സ്വന്തം ടീമിനെ പോലെയാണ് ഇപ്പം നിൽക്കുന്നത്. അവരോട് പറയുകയാണ്, ഇത് നിങ്ങളാണ് സെലക്ട് ചെയ്തത്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നൊരു ഡയലോഗ് ജിഷിൻ അടിക്കുന്നത് കേട്ടു. ആ റൗണ്ട് 2ന്റെ വിന്നർ അനൗൺസ്മെന്റ് എന്താണ് അവിടെ ആ ചീട്ടിനകത്ത് ഉണ്ടായിരുന്നതെന്ന് ബിഗ് ബോസ് പറയുന്ന ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ജിഷിൻ കാല് വാരുന്ന ഒരു പരിപാടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പം റൗണ്ട് 3യുടെ ഒരു പരിപാടി വന്നപ്പോഴത്തേക്കും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ റാങ്കിങ് കൊടുക്കാൻ എല്ലാവരും കൂടെ ഇവർ 5 പേരും കൂടെ അകത്തോട്ട് പോയ സമയത്ത് ജിഷിൻ പറയുന്നുണ്ട്, നിങ്ങളെ ആരെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു, ഞാൻ ഒന്നിനുമില്ല എന്നൊരു കാര്യം ജിഷിൻ പറയുന്നത് കേട്ടു. അല്ല, ഇങ്ങനെ ഒന്നിനും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് കയറി ചെന്നത്? ജിഷിൻ പറയുന്നിടത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നിൽക്കണം എന്നുള്ളൊരു സാധനം ജിഷിൻ ഉണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അവിടെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ജിഷിൻ്റെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് തുടക്കത്തിൽ എന്തു വന്നാലും അതിൻ്റെ തുടക്കത്തിലൊക്കെ ഷാനവാസിനെ കൊണ്ടങ്ങ് ഇടണം. നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ഷാനവാസിൻ്റെ അടുത്ത സുഹൃത്താണ് ജിഷിൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പം കഴിഞ്ഞ സത്യസന്ധതയുടെ കാര്യം വന്നപ്പോഴും 2ാമതും 3ാമതും ഒക്കെ ഷാനവാസിനെ കൊണ്ടിടണം എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളവരത് സമ്മതിച്ചില്ല. പ്രത്യേകിച്ച് മസ്താനി ഇപ്പം 3ാമത്തെ റൗണ്ടിൻ്റെ കാര്യമാണെങ്കിലും മസ്താനി ഇപ്പം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക് മസ്താനി പറയുന്നുണ്ട്, ചേട്ടാ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ബിഗ് ബോസ് പറയും കറക്റ്റായിട്ട് ഇടണമെന്ന്. അത് ബിഗ് ബോസ് പറയുന്നതാണ്. ബിഗ് ബോസ് നമുക്ക് തന്നൊരു ഗെയിമാണിത്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ നിലയും കൂടെ ഉപയോഗിക്കണം. ആ ഒരു പോയിന്റ് മസ്താനി പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനൊന്നുമല്ല നമ്മൾ പ്രോപ്പറായിട്ട് ജിഷിൻ പറയുന്നതാണ്, നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. അല്ല, ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് കാര്യമെല്ലാം പിടികിട്ടും. പിന്നെ നിങ്ങൾ ജയിക്കത്തില്ല ഈ കളിയിൽ. ആ ഒരു ബോധം ജിഷിന് ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഗെയിം കളിക്കണമെന്ന് സംസാരിച്ച് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും, പക്ഷേ ഗെയിം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ജിഷിന് ഒരു ബോധം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും മസ്താനി ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ജിഷിൻ പറയുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും ലാസ്റ്റ് ഇവർ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി റാങ്കിങ് കൊടുക്കുന്നുണ്ട് ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ. അവിടെയും ഫസ്റ്റ് കൊണ്ടുവന്നത് അനീഷ്, പിന്നെ ജിസൈൽ, ബിന്നിയെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ബിന്നിയെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആദില, ശൈത്യ, നൂറ, അപ്പാനി, അനു, ആര്യൻ, അബി, ഷാനവാസ്, റേനു, അക്ബർ, നെവിൻ ഇങ്ങനെയാണ് കൊടുത്തത്. നെവിനാണ് ഏറ്റവും അവസാനം കിടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു. ഇതിന് ശേഷം ബിഗ് ബോസ് മാമൻ അവർക്ക് വീണ്ടും ഒരു 2 ഓപ്ഷനും കൂടെ കൊടുക്കുന്നുണ്ട്. ആ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ, എഴുതി വെച്ചില്ല. 2 ഓപ്ഷൻസും കൂടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും കറക്റ്റായിട്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ 16 പേരും ശുചിത്വം കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ മുട്ടൻ പണി. ആകെ ഒറ്റ 3 റൗണ്ടായി. അതിനകത്ത് ആകെ ഒരു റൗണ്ടിൽ മാത്രമേ നമ്മുടെ ഇവർ ജയിച്ചിട്ടുള്ളൂ വൈൽഡ് കാർഡുകൾ. ബാക്കി 2 ഇവരങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. എന്താണെങ്കിലും പിന്നെ ഇപ്രാവശ്യം പ്രവീണയാണ് പുറത്താക്കുന്നത്. അതായത് ഒരാളെ തീരുമാനിക്കണം. ബാക്കിയുള്ള 16 പേരും കൂടെ സെലക്ട് ചെയ്തിട്ട് ഒരാൾ നമ്മുടെ പണിപ്പുരയിൽ കയറാതിരിക്കാൻ അയാൾ പുറത്താവും. അങ്ങനെ പ്രവീണയാണ് ഇത്തവണ സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ റൗണ്ട് 2ൽ അനുമോളെ ഈ 5 പേര് വൈൽഡ് കാർഡുകൾ ചേർന്ന് സെലക്ട് ചെയ്യുന്നത് കണ്ടു. അതെന്താണെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായില്ല. പക്ഷെ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവർക്ക് 5 പേർക്കും ഇവർക്കൊരു പണി കിട്ടുമ്പോഴത്തേക്ക് ആ പണിയിലേക്ക് അനുമോളെയും കൂടെ കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരാളെ ഇവർക്ക് സെലക്ട് ചെയ്യായിരുന്നു ബാക്കി 16 പേരിൽ നിന്ന് 2ാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ. അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് അനുവിനെയാണ്. അപ്പം 3ാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രവീൺ അങ്ങനെ പുറത്തു പോയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ ഓരോ മൂലയ്ക്കും ഇങ്ങനെ വിഷമങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ബിന്നിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി.
അല്ല, ബിന്നിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ബിന്നി അങ്ങനെ എല്ലാ ക്യാപ്റ്റൻസി സെലക്ഷനിലും വരുന്നു, എല്ലാവർക്കും മറ്റേ പൊന്നോമന, അതിനകത്തുള്ള ആൾക്കാരുടെ പൊന്നോമന എന്നാണല്ലോ സ്വന്തമായിട്ട് ബിന്നി വിചാരിച്ചിരിക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയും ചവിട്ടും അവിടെയും ചവിട്ടും. ശൈത്യയെ പോലെയല്ല, ശൈത്യ ഇൻ ദ സെൻസ് ശൈത്യ അനുമോളുടെ കൂടെ നിൽക്കും, പക്ഷെ അപ്പുറയും പോവും. ഓക്കെ, അവിടെ നിന്നിട്ട് ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കാലും വരെ ചവിട്ടുന്നത്. പക്ഷെ ബിന്നി അങ്ങനെ മാറി ചവിട്ടുന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള റീസൺസ് ബിന്നി പറയാറുണ്ട്. നമ്മുടെ ശൈത്യയ്ക്ക് അതില്ല. അതുകൊണ്ടാണ് ശൈത്യയുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള, പിന്നെ അത് മാത്രമല്ല ഒരിടത്തും ബിന്നി അങ്ങനെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, ആദ്യം തൊട്ടാണെങ്കിലും എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പാനി അക്ബറിൻ്റെ അടുക്ക പോകുന്നുണ്ട്, എന്നാൽ അവരുടെ അടുക്ക വെറുപ്പിക്കേണ്ട സമയത്ത് വെറുപ്പിക്കുന്നുണ്ട്, ഇപ്പറേ വരുന്നുണ്ട്. എല്ലായിടത്തും ഈ ഒരു പരിപാടിയിലാണ് ബിന്നി നിൽക്കുന്നത്. ശൈത്യ പക്ഷെ അങ്ങനെയല്ല. അനുമോളുടെ കൂടെ മാത്രം നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കളി തിരിയുന്നുണ്ട്, ട്വിസ്റ്റ് ആവുന്നുണ്ട്. എന്തോ ഇങ്ങനെ ഞാൻ നിന്ന് കഴിഞ്ഞാൽ അവളുടെ മറ്റേ അടിയിൽ കിടന്ന് പോകത്തേ ഉള്ളൂ, പുറത്താവുമെന്ന് ഏതോ ഒരു നിമിഷത്തിൽ ചിന്തിച്ച് അത് പെട്ടെന്ന് തല കയറിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു കാരണമില്ലാതെ ട്വിസ്റ്റ് ചെയ്ത് മാറിക്കൊണ്ടിരുന്ന ആളാണ്. പിന്നെ എല്ലാം അനുമോൾക്കെതിരെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ. അങ്ങനെ കളം മാറി ചവിട്ടിയ ഒരാളാണ്. അതുകൊണ്ടാണ് ശൈത്യയെ പൊതുവെ എല്ലാവർക്കും ഒരു ഈ മറുകണ്ടം ചാടി എന്ന് വിളിക്കുന്നതും ബിന്നിയെ പക്ഷെ അങ്ങനെ വിളിക്കാത്തത്. ബിന്നി എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും നിന്ന് കളിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ബിന്നിയെ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ബിന്നിയോട് അത്ര ഒരു ദേഷ്യമൊന്നും തോന്നേണ്ട ഒന്നും ബിന്നിയുടെ ഭാഗത്തു നിന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു പരിപാടി ബിന്നിയുടെ സൈഡിലുണ്ട്. അത് പിന്നെ അവരുടെ ഗെയിം, അങ്ങനെയും കൂടെ നമ്മൾ കാണണം. അവിടെ മറ്റേ പ്രാർത്ഥിച്ച് നല്ല കുഞ്ഞാവാൻ പോയതല്ലല്ലോ, ഗെയിം കളിച്ച് കപ്പിന് വേണ്ടി പോയതല്ലേ. അപ്പം ഇങ്ങനെയുള്ള മറുകണ്ഠം ചാട്ടമൊക്കെ കാണും. പക്ഷെ അത് ഒരു നല്ല രീതിയിൽ, നല്ല ഉദ്ദേശത്തോടുകൂടി, നല്ല റീസൺസ് പറഞ്ഞ് മാറുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു ബന്ധവും ഇല്ലാത്ത കാരണങ്ങൾക്ക് വീണ്ടും ഞാൻ പറയുന്നില്ലല്ലോ, ശൈത്യയെ പോലെ ചാടിയാൽ പണി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരോ മൂലക്കിരുന്ന് വിഷമങ്ങളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അനുമോൾക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. സന്തോഷിക്കട്ടെ അനുമോള്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയി കാണട്ടെ, എന്നിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റുകളുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്. പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ താഴെ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞ സാധനത്തിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക.